ഇറാനുമായി തിടുക്കപ്പെട്ട് സമാധാന കരാർ വേണ്ടെന്ന നിലപാടിലേക്ക് യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിയത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സമ്മർദ്ദത്താൽ. ഇറാന്റെ ആണവ ഭീഷണി പൂർണ്ണമായും അവസാനിപ്പിക്കുന്ന രീതിയിൽ മാത്രമേ അവരുമായി ഏതൊരു അന്തിമ കരാറും രൂപീകരിക്കാനാകൂ എന്ന് യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ ധാരണയായി. ഇക്കാര്യത്തിൽ നെതന്യാഹുവാണ് കർശന നിലപാട് സ്വീകരിച്ചത്. ശനിയാഴ്ച രാത്രി ഇരു നേതാക്കളും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് നിർണായക തീരുമാനം. ചർച്ചയേറെ വിജയകരമായിരുന്നു എന്ന് ട്രംപും പിന്നീട് വ്യക്തമാക്കി. ഇറാനിലെ യുറേനിയം സമ്പുഷ്ടീകരണശാലകൾ പൂർണ്ണമായി നിർത്തലാക്കുക, നിലവിൽ സമ്പുഷ്ടീകരിച്ച ആണവ സാമഗ്രികൾ ഇറാന്റെ പ്രദേശത്തുനിന്ന് നീക്കം ചെയ്യുക എന്നിവയാണ് പുതിയ തീരുമാനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് നെതന്യാഹു പ്രസ്താവനയിലൂടെ പറഞ്ഞു. ഇറാൻ ഒരു കാരണവശാലും ആണവായുധം കൈക്കലാക്കില്ല എന്ന തങ്ങളുടെ നയത്തിൽ മാറ്റമില്ലെന്ന് ഇരുവരും ആവർത്തിച്ചു. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ധാരണാപത്രവും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ലെബനൻ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിൽ നിന്നുള്ള ഭീഷണികൾക്കെതിരെയും സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തിന് ട്രംപ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതായും നെതന്യാഹു കൂട്ടിച്ചേർത്തു. അതിനിടെ പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരുന്നതിനായി സമ്പുഷ്ടീകരിച്ച യുറേനിയം പൂർണ്ണമായും ഇറാൻ യു.എസിന് കൈമാറാൻ തയ്യാറായെന്ന് അറിയിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഉന്നത യു.എസ്. ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസാണ് വാർത്ത പുറത്തുവിട്ടത്. സമാധാന കരാർ അന്തിമഘട്ടത്തിലാണെന്ന് യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ വെളിപ്പെടുത്തൽ. യുദ്ധം അവസാനിപ്പിക്കുകയാണെന്നും ഹോർമൂസ് തുറക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാൻ എത്തരത്തിലാകും സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറുകയെന്നോ അത് നശിപ്പിക്കുകയെന്നോ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയില്ല. ഇക്കാര്യത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നാണ് റിപ്പോർട്ട് അവകാശപ്പെടുന്നത്. സമാധാന കരാർ നിലവിൽ വന്ന ശേഷമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമാകൂവെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ചർച്ചകളിൽ ഗണ്യമായ പുരോഗതിയുണ്ടെന്ന് യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കൂട്ടിച്ചേർത്തു. എന്നാൽ ഒന്ന് രണ്ട് വിഷയങ്ങളിൽ ഇനിയും തടസ്സങ്ങൾ ബാക്കി നിൽക്കുന്നുവെന്നും രാജ്യത്തിന്റെ മരവിപ്പിക്കപ്പെട്ട ആസ്തികൾ വിട്ടുനൽകാതെ കരാറിനില്ലെന്നും ഇറാനും വ്യക്തമാക്കി. അണുവായുധം വികസിപ്പിക്കില്ലെന്നും നിലവിൽ രാജ്യത്തുള്ള 440.9 കിലോ സമ്പുഷ്ട യുറേനിയം വിട്ടുനൽകുന്നത് സംബന്ധിച്ച തുടർ ചർച്ചകളിൽ തീരുമാനമെടുക്കുമെന്നും കരാറിന്റെ ഭാഗമായി ഇറാൻ സമ്മതിച്ചു എന്നാണ് സൂചന. 60 ദിവസത്തിനിടെ തുടർ ചർച്ചകളിലാകും ഇവ എങ്ങനെ വിട്ടുനൽകുമെന്ന് തീരുമാനിക്കുക. ഇറാൻ തുറമുഖങ്ങൾക്കുമേൽ യു.എസ്. ഉപരോധം അവസാനിപ്പിക്കുന്ന മുറയ്ക്ക് ഹോർമൂസും ഇറാൻ തുറക്കും. ഇറാനുമേലുള്ള എണ്ണ ഉപരോധവും യു.എസ്. എടുത്തുകളയും. 2 മാസത്തിനിടെ ചർച്ചകളിൽ ഇറാന്റെ മരവിപ്പിച്ച ഫണ്ടുകൾ വിട്ടുനൽകുന്നതിലും തീരുമാനമെടുക്കും. ലെബനാനിൽ ഇസ്രായേൽ തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതും കരാറിന്റെ ഭാഗമാണ്. മേഖലകളിൽ മറ്റു രാജ്യങ്ങളിൽ ഇടപെടുന്നത് ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്നും ഇറാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്.